വരുന്നുണ്ട്. എന്തിനാ ഇത്ര പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണമാണ്. പ്രാർത്ഥിക്കാൻ കാരണമുള്ളതുകൊണ്ടല്ല, ഇന്റർവ്യൂ അല്ലേ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. എന്തിനു സംസാരിക്കും? എന്നാലും ഓഡിയൻസിന്റെ ഒരു തീരുമാനം ഉണ്ടാവും. എന്താ കമന്റ് ബോക്സിൽ ആരാന്നുള്ള ചോദ്യം വരില്ലേ? എടാ, ഞാൻ എൻ്റെ V7 ഡാൻസ് ടീമിനെ പറ്റി പറഞ്ഞാലാ? ഞാൻ എൻ്റെ കുടുംബശ്രീയെ കുറിച്ച് പറയും. ഒന്നുമില്ലെങ്കിൽ വന്ദനം ഗ്രൂപ്പിനെ കുറിച്ച് പറയാം. ഞാൻ എൻ്റെ ഏകാന്തതയുടെ പ്രണയത്തിനെ കുറിച്ച് പറയും. നിനക്കും പ്രണയവും നമുക്ക് തുടങ്ങിയാലോ? സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ അപ്പൊ ഇരിക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ വയനാടിനൊപ്പമാണ് ഇത്തവണത്തെ ഓണം എന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പാസിയും കുടുംബമാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ നമ്മൾ ചില തയ്യാറെടുപ്പുകൾ വരുത്തണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ വരുത്തിയൊരു തയ്യാറെടുപ്പ് ഇത്തവണ ഞാൻ തമാശക്കില്ല എന്നുള്ളതാണ്. കാരണം പാസി വന്നപ്പോൾ തൊട്ട് എന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തമാശക്കില്ല. ഓക്കെ പാസി, ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. അപ്പൊ നമുക്ക് ഇന്ന് ഓണം അല്ലേ, അമ്മേന്ന് തുടങ്ങാം. അമ്മ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? എന്താണ് പ്രതീക്ഷ? വയനാട്ടിൽ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളാണ്. എങ്ങനെയുണ്ടമ്മ നമ്മുടെ ഈ ഒരു, നമുക്കിപ്പം കുറച്ചു പേരെങ്കിലും ഒക്കെ അറിയുന്നുണ്ടല്ലോ, കുറച്ചു പേരെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, എങ്കിലും ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയല്ലോ. അമ്മയുടെ ഇത്തവണത്തെ ഓണത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? മാറ്റമുണ്ട്. പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഒരു പോസിറ്റീവായിട്ട് എങ്ങനെ കാണുന്നത്? ഇപ്പോൾ തന്നെ നിങ്ങളെ പോലെയുള്ള ഈ ചാനലുകാർ വന്നതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ ഞാൻ നീരജിലേക്ക് പോവാം. നീരജ്, എങ്ങനെയുണ്ട് ഇത്തവണ ഓണം? പാസി ഇപ്പൊ വിചാരിക്കും ഞാനല്ലേ മെയിൻ, എന്റെ അടുത്ത് ചോദിക്കാത്തത്. ഞാൻ മനഃപൂർവ്വം ചോദിക്കാത്ത. അപ്പൊ നീരജ് പറയും, എങ്ങനെയുണ്ട് ഇത്തവണ ഓണം? എങ്ങനെയാ ഓണം? പറഞ്ഞ പോലെ തന്നെ ഈ വയനാടിന്റെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഒരു വിഷമമുണ്ട്. എന്നാലും എല്ലാവർക്കും കൂടെ ചേർന്ന് ഈ ഓണം അടിച്ചു പൊളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോ ഞാൻ ഇനി മെയിൻ നടനിലേക്ക് പോവാം. പാസി, പാസി എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കുന്ന നിങ്ങളുടെ നാടിന്റെ ഒരു മൊത്തത്തിലുള്ള ഓണാഘോഷം ഒക്കെ ഇപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പൊ അത് എങ്ങനെ മാറി? പാസിക്ക് എങ്ങനെയെങ്കിലും മാറിയിട്ടുണ്ടോ എന്തെങ്കിലും രീതിയിൽ? ഇപ്പം എല്ലാരും പറഞ്ഞ ആ ഒരു വിഷയം നടക്കുന്നുണ്ട്. എല്ലാവരും ഉള്ളിലും കാണും, വിഷമം കാണും. പിന്നെ എല്ലാവർക്കും ആഘോഷിക്കണമെന്നാണ്, പിന്നെ ആരും പുറമെ കാണിക്കൂല. ഓണം ഇല്ല എന്ന് പറഞ്ഞാലും ശരി, എല്ലാവരും വീണ്ടും ഫ്രണ്ടിൽ ലൈറ്റ് വിട്ടേക്കണ കടകളിൽ കച്ചവടം കാണും. അല്ല, അത് നമുക്ക് അതിജീവിച്ചേ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ വിഷമിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ അല്ലേ, അത് കാര്യം നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളത്. പ്രാർത്ഥിക്കാൻ പ്രവർത്തിക്കാം അവർക്ക് വേണ്ടി, അത്രയല്ലേ നമുക്ക് ആ സമയത്തും പറ്റൂ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചെറിയ ആളെ അറിയാലോ അല്ലെ നിങ്ങൾക്ക്, അല്ല വലിയ പ്രണയമൊക്കെ ഉള്ള ആളാണ്. ഒന്ന് കൈ കൊടുക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേശുവിന്റെ ഒറിജിനൽ പേരെന്ന് പറഞ്ഞ ആദ്യം? പൈതൃക് കേട്ടോ. ഇത് ആർക്കും അറിയത്തില്ലായിരിക്കും, നിങ്ങളുടെ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പൈതൃക് എന്നാണ് കേശുവിന്റെ ഒറിജിനൽ പേര്. കിങ്ങിണി എന്ത് കിങ്ങിണി? കിങ്ങിണി ആയിട്ടുള്ള പ്രേമമാണ് വൈറൽ. എങ്ങനെയാ മോൻ എങ്ങനെയാ ഇതിലോട്ട് വന്നത്, ഈ ഗ്രൂപ്പിൽ, ഇവരുടെ ഗ്രൂപ്പിലോട്ട് വന്നത് എങ്ങനെയാ? അച്ഛൻ പണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് പാസിയാമൻ വിളിക്കുന്നെന്ന് പറഞ്ഞു. ഈ പാസിയാമൻ. അപ്പൊ ഞാൻ റെഡിയായി ചെന്നപ്പോ പാസിയാമൻ ചോദിച്ച് നമുക്ക് വീഡിയോ എടുത്താലോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു ഫസ്റ്റ് ഡയലോഗ്? എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തോന്നാണ്? മാമ ഇതാ ഉണക്കപ്പുളി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണക്കപ്പുളി. ഇത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഇടയെ കുറച്ചുകൂടെ നേരെ പറയാൻ പറഞ്ഞ പാസ്വാമൻ പറഞ്ഞ? അത് എത്ര ടേക്ക് എടുത്തു? കുറെ തവണ എടുത്തോ? 2-3 ടേക്ക് എടുത്തു. അത്രേ ഉള്ളൂ. പാസ്വാമന്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമാണ്? ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അങ്ങോട്ട് പോയി ചോദിക്കോ, മാമ വീഡിയോ ഒന്നും എടുക്കണില്ലെന്ന് ഇപ്പൊ ചോദിക്കോ? ഇല്ല. ശരി, അപ്പൊ ആതിര എടുത്ത് നമുക്ക് പോവാം. ആതിരയാണ് ഈ ഗ്രൂപ്പിലെ സുന്ദരി. താല്പര്യം ഉണ്ടാവൂല, പാസിക്ക് താല്പര്യമുള്ളൂ. അപ്പൊ ആതിരയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഞാൻ ഇവരുടെ വീഡിയോയിലെ താഴെ കമന്റ് ഒക്കെ കാണാറുണ്ട്. ഓക്കെ, പറയും ആതിര എങ്ങനെയാണ്? നമ്മളൊരു ഫാമിലി എന്ന് പറയുമ്പോ അമ്മ മോൻ അറിയാം, ഇത് റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ അമ്മ, ഇതും റിലേറ്റീവ് ആണ്, ആതിരയും റിലേറ്റീവ് ആണ് അല്ലേ? റിലേറ്റീവ് ആണ്. അപ്പൊ നിങ്ങളൊരു ഫാമിലി ആയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ആതിര ഇതിലോട്ട് വന്നത്? ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട ഒരു വീഡിയോക്ക് വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ റീല് ചെയ്യുമായിരുന്നു? ആതിര ചെയ്യുമായിരുന്നു റീല്. ഓക്കെ. എന്നിട്ട് കണ്ടന്റ് റീൽ അല്ല നമ്മള് സാധാ ടിക്ടോക്ക് പോലത്തെ സോങ്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ അഭിനയം ആദ്യം ഇഷ്ടമാണ്. അപ്പം ഇപ്പം ബൈ പ്രൊഫഷൻ എന്താണ്? ഇതല്ല, ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ടീം, ഡാൻസ് ടീമാണ്. ഡാൻസ് ഉണ്ട്. ഓക്കെ, ഓ ഫൈൻ. അപ്പൊ അത് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് അതിന്റെ കൂടെ ഇവരുടെ കൂടെ കണ്ടന്റ് ക്രിയേഷൻ. അപ്പൊ നിങ്ങള് പാസിയുടെ ഐഡിയ മാത്രമാണോ, അത് നിങ്ങളൊരു ജോയിന്റ് ആയിട്ടാണ് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്നത്, കണ്ടന്റ് ചെയ്യുന്നത്? ഇപ്പൊ എല്ലാരും ഒരുമിച്ചാണ് ചെയ്യുന്നുണ്ട്. അതായത് അവരവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പാസി മാത്രമാണ്? അല്ല, പാസി മാത്രം ഈ ഇന്റർവ്യൂ നമ്മൾ പെടാം. അയ്യോ, അതിനല്ല ഞാൻ ചോദിച്ചത്. അല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്.
നീരജ് വരും. നമ്മൾ ആ ഒരു നീരജിന് എറണാകുളത്താണ് ജോലി. അപ്പൊ അവൻ വരും. എറണാകുളത്താണ്. അമ്മ എങ്ങനെയുണ്ട്? വന്ദനം ഗ്രൂപ്പൊക്കെ എങ്ങനെ പോണു? മൈക്ക് ഞാൻ പറയട്ടെ, വന്ദനം ഗ്രൂപ്പിലാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ഇവരുടെ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചത് വന്ദനം ഗ്രൂപ്പിലാണ്. പിന്നെ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടമുള്ള ദിഗംബരൻ. ഞാൻ ചിരിച്ചിട്ടുള്ള അത്രയും ചിരിച്ചിട്ടുള്ള വീഡിയോ ഇല്ല. വിഷ്ണുവിന്റെ ഭയങ്കര ഒരു ഫാനാണ് ഞാൻ. അപ്പൊ വിഷ്ണുവോട് പലതവണ ചോദിച്ചു, വിഷ്ണു എനിക്കൊരു ഇന്റർവ്യൂ തരുമോ? അപ്പൊ പറഞ്ഞു ചേച്ചി തരാന്ന് പറഞ്ഞു. ഈ ഓണത്തെത്തിയപ്പോ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അമ്മ പറയാം, എങ്ങനെയാണ് ഈ വന്ദനം ഗ്രൂപ്പിന്റെ കണ്ടന്റും ഫാസിയുടെ ആയിരുന്നു? വന്ദനം ഗ്രൂപ്പിന്റെ ഫാസിയുടെ ആയിരുന്നു. അതുവഴിയാണ് ഞാൻ വൈറലായത്. അതുവഴിയാണ്. അപ്പൊ അത് പറഞ്ഞു തരുമ്പോ അമ്മ ആദ്യത്തെ വീഡിയോ, ഞാൻ നേരത്തെ കേശുവിന്റെ അടുത്ത് ചോദിച്ചാൽ അമ്മയുടെ ആദ്യത്തെ വീഡിയോ ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഡയലോഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അതിന് മുമ്പൊക്കെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. എന്നാലും എന്തായിരുന്നു ആദ്യം വന്നൊരു ഓർമ്മയുണ്ടോ എന്തെങ്കിലും? ഇപ്പോഴത്തെ ഓർമ്മയില്ല, പിന്നീട് പഴയത് അത്രയ്ക്ക് ഓർമ്മയില്ല. ഒരുപാട് എടുക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഓർമ്മ. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു പാസിയുടെ ഇവരുടെ ഒരു വ്ളോഗൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത് ആ രീതിക്ക് തന്നെ എടുക്കണം. ഒരു ചുറ്റുപാടിന് പോലും ഒരു മാറ്റം വരുത്തൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അതാണ് നിങ്ങളുടെ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അമ്മ തൊഴിലുറപ്പിന് പോവാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇടുന്നു തമ്മിലില്ല. അമ്മ തൊഴിലല്ലേ? അമ്മ അതിനൊന്നും ഒരു നമുക്കൊരു പ്രശ്നവും ഇല്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ ആദ്യം തൊട്ടേ തൊഴിലുറപ്പിന് പോകുന്നുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? തൊഴിലുറപ്പ് തുടങ്ങിയ സമയം തൊട്ടേ തൊഴിലുറപ്പിന് പോവാറുണ്ട്. പിന്നെ കുടുംബശ്രീ ഉണ്ട്. എല്ലാ ഇതിലും അമ്മയ്ക്ക് അഭിനയിക്കാനുള്ള ഇത് നേരത്തെ ഉണ്ടായിരുന്നു, അതോ മോനാണോ കണ്ടെത്തിയത്? മോനാണ് കണ്ടെത്തിയത്. അത് കൊള്ളാം. അപ്പൊ ചെറുതിലെ അമ്മ ചെറുതിലെ ഒന്നും ഇങ്ങനെ ഡാൻസോ പാട്ടോ? ഇവിടെ വീട്ടിൽ ഇരുന്ന് കുരുവിനെ മറ്റുള്ളവരെ കാര്യം പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവർക്ക് സംസാരിക്കാൻ മാത്രല്ല അഭിനയിക്കാനും അറിയാം. ഇങ്ങനെയൊന്നുമല്ല നന്നായിട്ട് അവർ അഭിനയിക്കും. രണ്ടുപേര് കൂടെ വേണം ചുറ്റിനും. കണ്ടോടി, വിഷ്ണു അത് ഒബ്സർവ് ചെയ്തു എന്നുള്ളതാണ് അമ്മയുടെ ആ ഒരു ടാലന്റ്. കാര്യം എന്തിനാ? കാരണം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ സമയത്ത് ഇരിക്കണം. ഓക്കെ, ഞാൻ ചോദിച്ചാലേ മാറി നിന്ന് ഇങ്ങനെ കൊള്ളാലോ, ഇതൊന്നും ഇത് കണ്ടന്റ് ആക്കിയാലോ എന്ന് തോന്നിയത് സംസാരമാണ് വേറെ ആളാടെ നിന്നിട്ടേ. എടി അത് പിന്നെ അവ അങ്ങനെ ചെയ്ത് അത് എല്ലാരും വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കാര്യങ്ങൾ പറയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെ വെച്ച് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് മറ്റേ വന്ദനം ഗ്രൂപ്പിന്റെ ഒരു വീഡിയോ ചെയ്തു. മറ്റേ പല്ലി വെച്ചോണ്ടിരിക്കാൻ മോയി. അത് ഗംഭീരമായിരുന്നു. അതിന് മുമ്പ് നമുക്ക് ഈ ഗ്രൂപ്പ് ഉണ്ടായത് എങ്ങനെയാണ്? ഞാൻ ഓരോരുത്തരോടും എങ്ങനെയാണ് വിഷ്ണുവിന് ഒപ്പം ചേർന്നെന്ന് ചോദിച്ചെങ്കിലും വിഷ്ണു പറഞ്ഞില്ല. വിഷ്ണു ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞില്ല. വിഷ്ണുവിന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേനും ഒരു ഗുണ്ടാ നേതാവായിട്ട് അഭിനയിക്കുക, സ്ത്രീ വേഷം, അതൊക്കെ ആയിരുന്നല്ലോ ആദ്യത്തെ സാധനങ്ങൾ. ടിക്ടോക്ക് സൗണ്ട് വെച്ച് പിന്നെയാണ് വിചാരിച്ചത് കണ്ടന്റ് ഓൺ വോയിസ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചോണ്ടിരുന്നപ്പോൾ അമ്മയെ വെച്ച് ഞാൻ ആ വന്ദന ഗ്രൂപ്പിന് ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ അത് 2-3 മില്യൺ അടിച്ചു. അല്ല അതല്ലായിരുന്നല്ലോ ആദ്യത്തെ വീഡിയോ. അതായിരുന്നു അല്ല ആദ്യത്തെ വീഡിയോ കേശുവാണ് ടീമിൽ ഫസ്റ്റ് വന്നത്. അതിനെങ്ങനെയായിരുന്നു റെസ്പോൺസ്? എങ്ങനെയായിരുന്നു അത് ചെയ്തു കഴിഞ്ഞപ്പോ? ഇല്ല ചേച്ചി, അതൊന്നും അത്ര സപ്പോർട്ടൊന്നും ഇല്ല. സപ്പോർട്ട് ഇപ്പോഴും നാട്ടുകാരും അത്ര സപ്പോർട്ടൊന്നും അല്ല. സപ്പോർട്ട് എന്താ അവർ കാണുക അല്ലാതെ അവർ നമ്മളെ വീഡിയോ പറ്റി പറയുന്ന അതിനങ്ങനെയൊന്നുമില്ല. പിന്നെ വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ വെഞ്ഞാറമൂട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് പക്ഷേ ഈ ഒരു ഭാഗത്തല്ല, വെഞ്ഞാറമൂട് ഭയങ്കര സപ്പോർട്ടാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ഇന്ന് ഭയങ്കരമായിട്ട് ഞാൻ എന്റെ റൂട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൽ വന്നിട്ട് ഓക്കെ ആൾക്കാർക്ക് ഏക്കുന്നുണ്ട് എന്റെ കോമഡി എന്ന് തോന്നിയത് ഏതായിരുന്നു? ഇതായിരുന്നു അമ്മയുടെ പരദൂഷണം വന്ദനം ഗ്രൂപ്പ് ആയിരുന്നു. കാരണം എല്ലാ നാട്ടിലും കാണുമല്ലോ ഒരാൾ വെറുതെ നിന്ന് കഴിഞ്ഞാൽ അവനെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരായി. സ്വന്തം മക്കൾ നല്ലതും ബാക്കിയുള്ളവരുടെ മക്കൾ കഞ്ചാവെന്ന് പറഞ്ഞൊരു ഞാൻ ഒരു കാര്യം പറയാം. പക്ഷെ കണ്ടന്റ് വിഷ്ണുവിന്റെ ആണെങ്കിലും അമ്മയുടെ ആ ഒരു നാച്ചുറൽ സാധനം ഉണ്ടല്ലോ വന്ദനം ജീവിച്ചല്ലേ അല്ലല്ല അവരത് ജീവിച്ചല്ലേ, അത് അഭിനയിച്ചല്ലോ അവര് ജീവിച്ചത്. അല്ല അതപ്പോ എത്ര അമ്മ ഇങ്ങനെ കൊണ്ടുവരാൻ എത്ര സമയമൊക്കെ എടുക്കും ഈ ടേക്ക് ഒക്കെ എടുക്കാൻ? അല്ല അതില് എനിക്ക് 2-3 ടേക്ക് പോകുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പം കടുക്കും ഞെളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡയലോഗ് കൊടുക്കുമ്പോ ഞാൻ പഠിച്ചോളാം കുഴപ്പമൊന്നുമില്ല ഇത്ര അല്ലേ ഉള്ളോ. എന്നിട്ട് അവിടെ വന്നിട്ട് അവിടെ പോയി അവിടെ വന്നിട്ടേ പോയി തെറ്റിക്കഴിഞ്ഞാലും ഞാനൊരു ഉടക്കും ഉടക്കിയിട്ട് ശരി അന്ന് ലാസ്റ്റ് പറയും ഞാൻ ഡബിങ്ങിൽ പിടിച്ചോളാം. ഡബിങ്ങിന് അവിടെ വന്നിരുന്ന് കരച്ചിലും പിടിച്ചിലും എനിക്ക് സീരിയൽ കാണണം, എനിക്ക് കണക്ക് എഴുതാണ്ട് എന്നൊക്കെ പറഞ്ഞ് പണങ്ങി പോകും. പക്ഷെ അതിനൊക്കെ ഏറ്റവും സൂപ്പറാണ് പയ്യെ. ഡബിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം വീട്ടിൽ പോയി പഠിച്ചോണ്ട് വന്നു. നാച്ചുറൽ ആണ് കേട്ടോ, നാച്ചുറൽ ആണ്. എങ്ങനെ കണ്ടെത്തി വിഷ്ണുവിന് ഈ മറ്റേ എന്താണ് നമ്മളെ കാസ്റ്റിങ്ങിനൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. കാരണം ഇത് പുകഴ്ത്തുന്നതല്ല, ഇത് ഞാൻ ഒറിജിനൽ ആയിട്ട് പറയുന്നതാണ്. കാരണം അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അപ്പൊ അമ്മയിൽ കണ്ടെത്തി നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നു. അവനെ കൊണ്ടുവന്നു അവനത് പറ്റുന്നുണ്ടെന്ന് തോന്നുമ്പോ ആ ഒരു പിന്നെ ഇപ്പൊ മെയിൻ അവന്റെ ഇതിൽ ഡയലോഗ് കാണാതെ പിടിക്കുക ഇത്രയും ചെറിയ കുഞ്ഞല്ലേ. അപ്പം നമ്മളെ പോലും പറ്റൂല. കിങ്ങിണിയുടെ ഡയലോഗ് വല്ല ഓർമ്മയുണ്ടോ? പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മറ്റേ തിരിഞ്ഞു നിന്നിട്ട് മലയിലോട്ട് ഇങ്ങനെ നോക്കി എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ആ കാണുന്ന തിരമാലകളിൽ പോലും അവളുടെ ഓർമ്മകൾ അലിഞ്ഞു ചേരുന്നുണ്ട്. പാസി
നിന്റെ എഴുത്തല്ലേ പ്രണയമുണ്ടോ ആരൊക്കെ അവനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, അവൻ മൈനറല്ലേ. ഞാൻ വിചാരിച്ചു ഇവനാണോ നിനക്ക് പ്രണയം ഉണ്ടാ? ഞാൻ അവനോടല്ല ചോദിച്ചത്, പാസിയോടാണ് ചോദിച്ചത്. പാസിയാണല്ലോ അത് എഴുതിയത്. ഒരു പ്രണയമുള്ള ആൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. പ്രണയം ഉണ്ടായിരുന്നു, ശേഖ പോയി. തെറ്റി പ്രണയം തേഞ്ഞു പോയി. തേച്ചോ അതോ അങ്ങോട്ട് തേച്ചോ? തേച്ചല്ല, അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ജോലി ശരിയല്ല, എന്റെ പ്ലംബിംഗ് ആണ് ജോലി, അത് അതിനെ ഞാൻ കണ്ടന്റായി ചെയ്തിട്ടുണ്ട്. ഞാനത് എടുത്ത് ചോദിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലംബിംഗ് ആണ് ജോലി എന്നുള്ളത് നാട്ടുകാർക്ക് കംപ്ലീറ്റ് അറിയാം. കാരണം പന്തൽ കെട്ടാൻ പോകുന്നതും പ്ലംബിങ്ങും അവിടുത്തെ ഇവിടുത്തെ ഫോട്ടോ എല്ലാം അത് നമുക്കൊരു പ്രശ്നമല്ല. അവള് പറഞ്ഞു ആ ജോലി ശരിയല്ലെന്നാണ് പോയത്, അതുകൊണ്ട് ഞാൻ എന്തായാലും അല്ല, അപ്പൊ ജോലി ഉണ്ടായിരുന്ന സമയത്തല്ലായിരുന്നു പ്രേമിച്ചത്? അവൻ തന്നെ പിന്നെ പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചു. ആ വീട്ടുകാർ നമ്മള് മനസ്സ് മാറ്റൂലേ, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നോക്കി അവർ ന്യായം, എന്റെ ഭാഗത്ത് നോക്കി എന്റെ ഭാഗത്ത് ന്യായം. ചിലർ ഈ പ്രണയത്തോടെ പിന്നെ പെൺവർഗത്തെ തന്നെ വെറുത്തു എന്നൊക്കെ അയ്യോ ചേച്ചി കൊള്ളൂല ഇതുണ്ട്. ഇത് ഞാൻ ചോദിച്ചത് അങ്ങനെ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഇനി പ്രണയിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, ഇപ്പൊ ആദ്യം ഒരു വീടൊക്കെ വെച്ച് കടമൊക്കെ തീരും. ഞാൻ ചോദിക്കണമെന്ന് വെച്ച് വന്നതാണ്. അമ്മ എന്താണ് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയ പാസ് വിചാരിക്കും അത് എന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യം, അമ്മ കുളമാക്കുമെന്ന്. വരുമാനം എന്ന് പറയാനായിട്ട് യൂട്യൂബിൽ ആദ്യം ഒരു തവണ കിട്ടി, ഫേസ്ബുക്കിൽ തിരിച്ച് കുറേശ്ശെ കിട്ടാറുണ്ട്. അല്ല വലിയ വരുമാനം എന്ന് പറയാൻ ഒരു ഇതിലെങ്കിലും ആൾക്കാർ പറയണമെന്ന് വെച്ചാൽ നമുക്ക് മാസത്തിന് നല്ല ലക്ഷങ്ങൾ കിട്ടണമെന്നാണ് ഇവിടെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരുപാട് അഭിപ്രായം. വന്ദന ഗ്രൂപ്പിൽ അങ്ങനെ ഒരു പാട്ടുണ്ടോ? അങ്ങനെ പറച്ചില്ല. അങ്ങനെ പറഞ്ഞാലും നമുക്ക് മേടിക്കുന്നവർക്കല്ലേ അതിൻ്റെ അറിയുള്ളൂ, പക്ഷെ നമ്മളതുകൊണ്ടൊന്നും ചെവിക്കൊള്ളാതിരുന്നാൽ മതി. അപ്പോൾ നമുക്കിനി ആതിരയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് വെയിൽ വരുന്നു. പിന്നെ എന്തോ പാസ് ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ അമ്പലത്തിൽ. ചേച്ചി ഇവിടെ നിശ്ചയമുണ്ട്, നിന്ന് കഴിഞ്ഞാൽ ഉണ്ടിട്ട് പോവാം, അല്ലെ നിങ്ങൾ നമുക്ക് ചോറ് മേടിച്ചേണ്ടി വരും. ഉറപ്പായിട്ടും ഉണ്ടിട്ട് പോവാം. പക്ഷെ നമുക്ക് വെയിലത്തൊന്നും മാറി നിന്നാലോ? മാറിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, കുറച്ച് തണലൊക്കെ ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് ഉണ്ണാറാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറാം. എങ്ങനെയാണ് ഇവരുടെ അടുത്തോട്ട് വന്നിട്ട് ഫസ്റ്റ് റീല്, ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള റീല്, റെസ്പോൺസ് ഒക്കെ കിട്ടി തുടങ്ങിയത്? ആദ്യത്തെ റീലാണ് ഉസ് എന്ന് പറഞ്ഞിട്ട്. ഉസ് പാർട്ട് 1 ഉം 2 ആയിരുന്നു. അതായിരുന്നു നമുക്കല്ലേ അതാണ് എന്റെ ഫസ്റ്റ് അവരുടെ കൂടെ ഉള്ള വീഡിയോയും. അത് തന്നെ ഫസ്റ്റ് 1 മില്യൺ കൂടുതൽ പോയിട്ടില്ല. എങ്ങനെയുണ്ട് ഇവര് പേഴ്സണലി? ഞാൻ അത്രയും പോയിട്ടില്ലെങ്കിൽ അത്രയും സേഫ് ആയിട്ടും ഭയങ്കര കെയർ ആയിട്ടും തോന്നുന്നു. എന്റെ കംഫർട്ട് സോൺ ആണ്. അതാ ഞാൻ ചോദിച്ചത്. ഇത് അപ്പൊ സ്വന്തമായിട്ടുള്ള മറ്റേ സംഭവങ്ങൾ കുറഞ്ഞു, അതിനകത്തുള്ള റീലിടലും അതൊക്കെ കുറഞ്ഞു? അത് അങ്ങനെ ചെറുതായിട്ട് കണക്കുന്നുണ്ട്. ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഇപ്പൊ ചിങ്ങമാസം ആയതുകൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നീരജിന്റെ അടുത്ത് ചോദിക്കും, നീരജ് എങ്ങനെയായിരുന്നു ഇവരുമായിട്ട് ജോയിന്റ് ആയത്? എങ്ങനെയായിരുന്നു? നിങ്ങൾ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ചേട്ടനാണോ? ഈ ഗ്രൂപ്പിൽ കേസ് കഴിഞ്ഞ ഏറ്റവും ഇളയത് ഞാൻ. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങൾ വന്നത്? നാട്ടുകാരെന്ന രീതിയിൽ അറിയാം, പിന്നെ ഒരു റീല് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണോ? പാസി എങ്ങനെ ഇത് അഭിനയിക്കുമെന്ന് അറിയാനിട്ട് വിളിച്ചതാണ്? ഇപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കുകയാണോ? ഓക്കെ. വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? മിമിക്രി അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? ചെയ്താലോ നമുക്കൊന്ന്? അല്ല, ഞങ്ങൾ അടുത്ത വീഡിയോയുടെ കണ്ടന്റ് ഇവർ തരത്തില്ല. അപ്പൊ എന്നിട്ട് അന്ന് വന്ന് ചെയ്തപ്പോ എങ്ങനെ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയോ? നീരജ് നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നോ? വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു? ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു? അത്രേ ഉള്ളൂ. അയ്യോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൂടുമായിരുന്നു? നാട്ടുമ്പുറത്തിന്റെ ഒരു നന്മയുണ്ടല്ലോ, എല്ലാ പിള്ളേരെല്ലാം കൂടെ കൂടിയിരിക്കുക വൈകിട്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഈ പാസ് ഈ വന്ദനം ഗ്രൂപ്പ് എന്നുള്ള പേര് വരാൻ കാര്യം എന്തായിരുന്നു? അത് ആ വീഡിയോയിൽ ഫസ്റ്റ് എല്ലാവർക്കും വന്ദനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാകുന്നേ. അല്ല, അത് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതൊക്കെ ഞാനാണൊന്ന് തിരിച്ച് റിപ്ലൈ അയക്കുക. അല്ല, അറിയാമെങ്കിലും പേടിയാണ്, എനിക്ക് പേടിയാണ്. അയക്കുന്ന സ്റ്റിക്കറാണ് മാറിപ്പോയി വേറെ ആളുകൾ. ഓക്കെ. അമ്മയുടെ ചോദിക്കാനുള്ളത് തൊഴിലുറപ്പാണെന്ന് പറയുമല്ലോ എപ്പോഴും, അല്ലെ? തൊഴിലുറപ്പിൽ പോകാറുണ്ടെന്ന് പറയാം. അപ്പൊ ഇപ്പം അമ്മ കുറച്ചുപേരൊക്കെ അറിയുന്ന ആളാണല്ലോ. അപ്പൊ അങ്ങനെ പോകുമ്പോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അവര് പറയും എടി നിന്റെ വീഡിയോ കണ്ടെന്ന് പറയാം, അവരൊക്കെ കാണാറുണ്ടോ? വീഡിയോ കണ്ട് സൂപ്പർ ആണെന്നൊക്കെ പറയാറുണ്ട്. ഇനി എന്ന് ഇടുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി എന്ന് ഇടുമെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എങ്ങനെയാ? ഓൺ വോയിസിൽ ഫിലിം സ്പൂഫ് ആണോ അതോ? നമുക്ക് ഫിലിം തന്നെ എങ്കിലും പിന്നെ നമുക്ക് അശ്വതി എന്നൊരു പെൺകുച്ചുണ്ട് എഴുതിത്തരാം. അവള് അങ്ങനെ വെളിയിൽ വരാറില്ല. നമുക്ക് സ്ക്രിപ്റ്റ് ഒക്കെ പകുതി എഴുതണം. അഭിനയിക്കാൻ താല്പര്യം ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ വല്ല ചോടി എഴുതി വെച്ചപ്പോൾ അവളെ തന്നെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ അതിൽ നമ്മളെല്ലാവരും ഒന്ന് മാറ്റും. ആ പേര് നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല, ഇനി നമ്മൾ വെളിപ്പെടുത്തും. പിന്നെയും കുറെ പേരുണ്ട്. അമ്മ ഇത് ഭയങ്കര
കടുപ്പിച്ചോ വീഡിയോസ് എടുക്കുന്നത് നോർമലായിട്ട് സംസാരിക്കും നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ സമ്മതിക്കത്തില്ല. വിഷ്ണു ഉടനെ അതിനിടയ്ക്ക് കയറും അപ്പോഴേ കളിയാക്കാനായിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ തന്നെ. അതെപ്പോഴും ഇങ്ങനെ തന്നെ. ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മകൾ ഉണ്ടാവും അല്ലെ, കുറെ ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്താണ് അമ്മയുടെ എന്താ ഓർമ്മ, എന്താ ഓണത്തിന്റെ പഴയ ഓർമ്മ, എന്താ ഓണത്തിന്റെ? അമ്മ മറ്റേ കറിച്ചട്ടി എടുത്ത് അടിച്ചോണ്ട് പോയ കാര്യം ബാക്കി പറ. അല്ല, പഴയ ഓണത്തിന്റെയും കാട്ടി ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്നാലും ഞാൻ ചോദിക്കണ അമ്മയുടെ ചെറുതിലേക്കുള്ള ഓണമൊക്കെ എങ്ങനെയാണ്? അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ എങ്കിലും ഇപ്പോഴും നമ്മളൊരു 5 പേരെങ്കിലും തിരിച്ചറിയുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ അത് സന്തോഷമാണ്. ഒന്നും ഉണ്ടായിരിക്കോ? എനിക്ക് വയ്യ, സമ്മതിക്കുന്നില്ല പറയാൻ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു നേരത്തെ, അതായത് നമ്മുടെ ഈ കലാപരമായിട്ട് ഒന്നും ചെയ്തില്ല. പണ്ട് നല്ല ഇതുണ്ടായിരുന്ന ഇത് കരിയില കെട്ടി കളി, അതിപ്പോഴും നമ്മൾ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അത് പറ്റുന്നതായിട്ട് വെച്ചേക്കാണ്. കുറച്ച് വീടുകളിൽ പോണം. കരിയില കെട്ടി അതെന്താ? തോലുമാടൻ കരിയില കെട്ടി കളിയാ. കരിയില കെട്ടി പൈസ കിട്ടും. പൈസ കിട്ടും. അപ്പൊ എങ്ങനെയാ പോകുന്നത്? നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രമല്ല, തൊഴിലുറപ്പിൽ ഇങ്ങനെ എടുത്ത് വെച്ചത്. ഇപ്പൊ ഇനി വെളിപ്പെടുത്തണ്ട. ഇത് ആരും അറിയല്ലേ, നമ്മളൊരു 6 പേരായിരുന്നു. വന്ദന ഗ്രൂപ്പ് പോലെ ആയിപ്പോയി. വേറെ ആരും അറിയില്ല, വെളിപ്പെടുത്തരുത്. അല്ല, അത് രസമല്ലായിരുന്നു. പിന്നെ നിങ്ങൾ അത് ഒന്നുകൂടെ ചെയ്തുകൂടായിരുന്നു. ഇനി ചെയ്യാൻ പറ്റൂല, ഷുഗറിന്റെ ഗുളിയൊക്കെ കൊണ്ടാണ് കറങ്ങി വീണ് കഴിഞ്ഞാൽ ഒരു അസുഖമില്ല. തോലുപാടെ വെള്ളം കുടിച്ചോണ്ട് കറങ്ങി തിന്നേ. ഇനി സദ്യയിലോട്ട് വരുമ്പോ അമ്മയ്ക്ക് സദ്യ വാങ്ങി നമ്മൾ ഓണത്തിന് എല്ലാ സദ്യയും ഫുള്ളായിട്ട് വെക്കാറുണ്ടോ? ഉള്ള സദ്യ എല്ലാം ഒരുക്കാറുണ്ട്. ഇപ്രാവശ്യം 3ാം ഓണത്തിന് നമ്മുടെ ടീം എല്ലാരെയും വിളിച്ച് സദ്യ കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളും എത്തണം. അമ്മ ഇത് ആരും അറിയില്ലേ, ഇവരുടെ പറയല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ പോലും അവർക്ക് ഞാൻ ആഴ്ചതോറും ഒരേ കൊടുക്കാറുണ്ട് ഈ ആഹാരം. നീരജന, എങ്ങനെയാ ഓണാഘോഷം? എങ്ങനെ വീട്ടിലുള്ളവരെ കുറിച്ച് പറയും? വീട്ടില് അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അച്ഛൻ പുറത്താണ് ഗൾഫിലാണ്. ഭയങ്കര സപ്പോർട്ടാണോ? അനിയത്തി എങ്ങനെയാ ചേട്ടന്റെ? അനിയത്തിയാണ് സപ്പോർട്ടും. പറയേ കുറച്ച് ഊക്കലാണ്. ഊക്കലാണ്. കുഴപ്പമില്ല. നന്നാക്കണോന്നൊക്കെ പറയാറുണ്ടോ? നീ പോയ സിനിമ മോഹം ഉണ്ടോ? സിനിമ അങ്ങനെയൊന്നും ഇല്ല. പിച്ച് വെച്ച് തുടങ്ങിയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ അങ്ങനെയല്ല, നിങ്ങൾ എവിടെ നിൽക്കുന്നു നല്ല ആഗ്രഹം ഉണ്ടോ സിനിമ ചെയ്യാൻ? ആഗ്രഹമുണ്ട്. കിട്ടിയാ ചെയ്യും. വിഷ്ണു, സിനിമയിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരും വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം? സ്കൂളിൽ പഠിക്കുന്നതൊന്നും ചെയ്യാറില്ല ചേച്ചി. എനിക്ക് ഈ ഒരു നമ്മളൊരു +2 കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് സമയത്ത് ഞാൻ പണിക്കിറങ്ങി. പിന്നെ ടിക്ടോക്കിൽ നമ്മളന്ന് വീഡിയോസ് ചെയ്യുമായിരുന്നു. അതൊക്കെ ജസ്റ്റ് ചെയ്ത് വിട്ടിട്ട് പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ ആഗ്രഹം. പിന്നെ ഓഡിഷനൊക്കെ പോകുമായിരുന്നു. ഓഡിഷൻ പോയിട്ട് എൻ്റെ അഭിനയം നന്നായിട്ട് എനിക്കൊന്നും കിട്ടാറില്ല. പിന്നെ ആ പരിപാടിക്ക് നിർത്തി. പിന്നെ ആ പരിപാടിക്ക് പോകാറില്ല. പിന്നെ അങ്ങനെയാണ് ഞാൻ വിചാരിച്ച് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. നമ്മൾ മറ്റുള്ള ഒരാളെ സൗണ്ട് എടുത്ത് ചെയ്യുന്നതിനെക്കാട്ടും സ്വന്തമായിട്ട് ഓൺ വോയിസ്. അങ്ങനെയാണ് അമ്മ, കേശു, നീരജ്, മിഥുനുണ്ട്, പിന്നെ സൂരജ് ഉണ്ട്, പിന്നെ കുറെ പേരുണ്ട്. അവരൊന്നും സ്ഥിരം കിട്ടാറില്ല. സ്ഥിരം കിട്ടാം. മിഥുൻ ഗൾഫിൽ പോയി. ഇവൻ അഭിനയ മോഹം നേരത്തെ പണ്ടൊക്കെ കഥകളൊക്കെ എഴുതാറുണ്ട്. ഇങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതും. എന്നിട്ട് അമ്മയെ കേൾപ്പിക്കുമായിരുന്നു. അതൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ. അങ്ങനെയൊക്കെ തന്നെ ടിക്ടോക്ക് ഒരുപാട് ചെയ്ത്. എന്ന് വെച്ചാൽ അവനും പപ്പുവിന്റെ വേഷം നല്ല രീതിയിൽ ചെയ്ത്. അന്ന് എനിക്ക് മുടി ഉണ്ടായിരുന്നു ചേച്ചി. മുടി വളർത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. പപ്പുവൊക്കെ നല്ല രീതിയിൽ. ഇപ്പൊ മുടി ഒഴിഞ്ഞു വേണ്ടാണ്. ഏറ്റവും ഇഷ്ടം ചെയ്തപ്പോ ഏറ്റവും ഇഷ്ടം തോന്നിയ സ്കിറ്റ്, ഏറ്റവും ഇഷ്ടം ആൾക്കാർ പറഞ്ഞതൊക്കെ ഈ നമ്മള് വേറൊരാളുടെ കണ്ടന്റ് എടുത്ത് ചെയ്യുമ്പോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അത് ചെയ്യാൻ? ഭയങ്കര വൈറലായിരുന്നല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത്? ചോദിച്ചിട്ടാണോ? ഇവനാണ് കൊണ്ടുവരണം ഈ സാധനം. കൊണ്ടുവന്നപ്പോ ഞാൻ ആ പെണ്ണിന് ഇവളെ ലുക്ക് ഉണ്ട്. അയ്യോ, കറക്റ്റ്. ശരിക്കും അത് പറയുന്നതും ആ മുടികെട്ടും ഒക്കെ കറക്റ്റ് ആയിരുന്നു, ഗംഭീരമായിരുന്നു കേട്ടോ. ഇത് കൊള്ളായിരുന്നു. കൊള്ളാം മാമി, നല്ലതാ മാമി. അതെ, അതെങ്ങനെ പറയുന്നു പറഞ്ഞേ? ഇത് നമുക്ക് അടുത്ത മോന്റെ അടുത്ത് ചോദിക്കാം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇങ്ങോട്ടും പറഞ്ഞു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ല്. പിള്ളേർ അവിടെ സ്കൂളിൽ പോകുമ്പോ എന്താണ് എങ്ങനെ പറയുന്നത്? ഇത് കാണാറുണ്ടോ? വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? അപ്പൊ എന്താ പറയും? എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ മെനങ്ങാൻ ചോദിച്ചിരുന്ന് എൻ്റെ കൂടെ ഇരിക്കണ മാമന്റെ പേരെന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അതേത് മാമ? വിഷ്ണു മാമന? ഏത് ഫ്രണ്ട്? മോന്റെ കൂടെ പഠിക്കുന്നതാണോ? ഫ്രണ്ട് ഉണ്ടോ? ഇല്ലേ? പിന്നെ എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ആ പ്രണയമൊക്കെ പറയാൻ പറ്റുന്നു? അങ്ങോട്ട് നോക്കി പറയുന്നത് എന്ത് രസമാണ് കിങ്ങിണിയുടെ അടുത്ത് പറയുന്നത്. എങ്ങനെ സിനിമ ഇഷ്ടമാണോ മോനെ? അപ്പൊ എങ്ങനെ ഡയലോഗ് എങ്ങനെ കാണാൻ പഠിക്കുന്നത്? എഴുതി തരുമോ? പിന്നെ ഞാൻ വീട്ടിൽ പോയി അത് പറഞ്ഞു പഠിക്കും. എന്നിട്ട് ഡബിങ്ങിന് വിളിക്കണത് വരെ അത് പഠിച്ചോണ്ടിരിക്കും രാത്രി.
ഡെഡിക്കേഷൻ ആണ് കൊച്ചിന്. ഫാമിലിയെ കുറിച്ച് പറയും. അമ്മ, അനിയത്തി, അച്ഛൻ മരിച്ചുപോയി. അമ്മ, അനിയത്തി മാത്രം. അനിയത്തി എങ്ങനെയാണ്? ഡാൻസേഴ്സ് ആണ് രണ്ടുപേരും? അല്ല, അനിയത്തി ഡാൻസ്, അവള് ബിഗ് ബോസ് സീസൺ 4 കണ്ടസ്റ്റന്റ് ആയിരുന്നു, ജാനകി സുധീർ. ഓക്കെ, അതൊക്കെ ആർക്ക് എത്ര പേർക്ക് അറിയാം? എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. ഓക്കെ, ശരി ശരി. വിഷ്ണുവിന്റെ ഓണം പറ. വിഷ്ണു, ഓണം നമ്മൾ ഓണത്തിലാണ് നിൽക്കുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഇവിടെ ഈ നാട്ടുകാരിൽ കുറെ കമ്പനിയൊക്കെ കാണുമല്ലോ? വിഷ്ണുവിന്റെ സ്വഭാവം വെച്ചിട്ട് ഒരുപാട് പേര് കമ്പനിക്കാർ കാണുമല്ലോ. അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ? നിങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ കണ്ടു കുറെ അവാർഡ്സ്. അത് എന്തൊക്കെയാ പറയുന്നത്? അത് ഫസ്റ്റ് തരുന്ന എനിക്ക് ഇവനാണ്. ഇവരാണ് ടീമാണ് യുഗപ്രഭ. എന്താ നിങ്ങളുടെ ഇവരുടെ എന്തായിരുന്നു? യുഗപ്രഭ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. ഫസ്റ്റ് തരുന്ന ഇവിടുത്തെ നാട്ടിൽ ആരും നമുക്ക് ഇന്നേരെങ്കിലും ഒരു സംഭവം തന്നിട്ടില്ല. ഇവരുടെ ഒരു അവാർഡ് പരിഗണിച്ച് എങ്ങനെയായിരുന്നു? ആ സമയത്ത് ഞാനും അമ്മയൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ ഇവർക്ക് അങ്ങനെ ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക. നമുക്ക് ആദ്യം കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്ത. അപ്പൊ ഒരു അവാർഡ് അത് ഭയങ്കരമായിരുന്നല്ലേ? മുട്ടിടിക്കുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മ. എന്നോട് പറ്റൂല ഇങ്ങനെ സംസാരിക്കണക്കല്ലോ, സ്റ്റേജ് ചെയ്തിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കുറെ കിട്ടി. ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം ഈ ഓണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഓണത്തിനൊക്കെ അത് നടക്കണം എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്തായിരിക്കും? നീരജ് തുടങ്ങാം. ആലോചിച്ചോ, പാസി ആലോചിച്ചോ. നീരജ് എന്താണ് ഒരു സ്വപ്നം? ഈ ഓണത്തിനുള്ള ഈ ടീം ഇതേപോലെ തന്നെ എല്ലാ ഓണത്തിനും ഉണ്ടാവും. അത് ബേസിക് ഞാൻ ചോദിക്കുന്ന, അല്ലാതെ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം അങ്ങനെയൊന്നും ഇല്ലേ? അതന്നെ ടീമിനെ കുറിച്ച് തന്നെയാണ്. ടീമിൽ ഭയങ്കര സ്പിരിറ്റ് ആണ്. എന്റെ ഒന്നുമില്ലടാ. ഓക്കെ, അമ്മയെടുത്ത് ചോദിക്കാം. അമ്മ എന്താ? അമ്മ എനിക്ക് എന്റെ മോൻ സിനിമയിലോടണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതേപോലെ ഇവരും അതിൽ വരണം. അത് വലിയ ആഗ്രഹം. അമ്മ നടക്കുമെന്ന് പ്രതീക്ഷയാണ് ഒരു ആഗ്രഹം. എന്റേതൊന്നും പറഞ്ഞിട്ട് അങ്ങനെ വലിയ ആഗ്രഹം എല്ലാം അങ്ങനെ ചെറുതായിട്ട്. പിന്നെ എനിക്ക് എവൻ ഇത്തവണ ഫോൺ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഫോൺ എടുക്കണം. നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എവൻ സ്വന്തമായിട്ട് ഇത്തവണ ഒരു ഫോൺ എടുക്കണം. അതാണ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പറയൂല, ഇല്ലടാ ഞാൻ പറയൂല. എന്നാലും ഞാൻ ശരിക്കും ഞാൻ ഞെട്ടി. അല്ല, ഫോണിലൊക്കെയാണ്. അപ്പൊ അത് വീഡിയോ എടുക്കുന്ന കുറച്ച് ടാസ്ക് പരിപാടി. എന്തെങ്കിലും ആലോചന ഉണ്ടോ വിഷ്ണു അതിന്? ഇത്തവണ ഫോൺ എടുക്കണം. ഫോൺ എടുക്കും. അടിപൊളി. കുറച്ചുകൂടെ കൂടുതൽ വീഡിയോസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പറഞ്ഞു എന്താണ് ആഗ്രഹം? എനിക്ക് ഈ വർഷം കടങ്ങളൊക്കെ തീർത്തിട്ട്. കട ഉണ്ടോ? ഒത്തിരി കട ഉണ്ടോ? കടയോ ഉള്ളൂന്നായിരിക്കും. കടങ്ങൾ തീർക്കണം ഏറ്റവും വലിയ ആഗ്രഹം. പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ, ഇപ്പൊ അതൊന്നുമില്ല. പക്ഷെ അമ്മയ്ക്കുണ്ട്. അത് അവിടെ ഒരാൾക്ക് ഒരാഗ്രഹം മതി. വലിയൊരു ആഗ്രഹമാണ് അമ്മയുടെ ബാക്കി നിൽക്കുന്നത്. ഇനിയിപ്പോ ഒറ്റ ആഗ്രഹം, കടങ്ങൾ തീർന്നിട്ട് ഒരു ദിവസം മനസ്സമ്മനാട് കിടന്ന് ഉറങ്ങാൻ പറ്റും. എന്താണ് ആഗ്രഹം എന്നത്? അങ്ങോട്ട് നോക്കി പറഞ്ഞേ. അങ്ങോട്ട് നോക്കി പറഞ്ഞേ. എന്താണ് ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം? എന്താ? എനിക്ക് സിന്ധു ആമി അഭിനയിച്ച സിനിമ കാണണം. അത് അമ്മ പറഞ്ഞില്ലല്ലോ. ആണോ? മോന്റെ ആഗ്രഹം അതാണോ? അത്ര ഇഷ്ടമാണോ അമ്മേനെ? എനിക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റിയില്ല അന്ന്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, ഫോൺ ഇറങ്ങിയോന്ന് ചോദിക്കും. ആണോ? കാണാൻ വേണ്ടിട്ട്. മീനമാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ചെറിയ സിനിമയാണത്. എന്തായിരുന്നു അമ്മ? എന്തായിട്ടായിരുന്നു? ഞാൻ വേങ്കമര അമ്മയുടെ വേഷമായിരുന്നു. എനിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞെടുത്തത് നമുക്ക് അവസാനിപ്പിക്കാം. വയനാട്ടിലെ വലിയ ദുരന്തമായിരുന്നു. നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത പോലത്തെ ദുരന്തമായിരുന്നു. പക്ഷെ ഓരോ ഓണവും മലയാളിക്ക് അത് പ്രതീക്ഷയുടേതാണ്. അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ഫാമിലിക്കൊപ്പം നിങ്ങളോട് പറയുന്നു, എല്ലാവർക്കും ഒരു നല്ല ഒരു ഓണം ആശംസിക്കുകയാണ്. പുതിയ പ്രതീക്ഷകളുടെ നല്ലൊരു ഓണം. ഹാപ്പി ഓണം ടു ഓൾ.